പുതിയ സ്കൂൾക്ക് വന്നു. അങ്ങനെ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഓർമ്മ വരുന്നില്ല. ഏതാണോ ടീച്ചർ മാഷ തന്നെ ആവും. മാഷ് നല്ല അടിച്ചു തോന്നുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് വന്നതാണല്ലേ? നിങ്ങളൊക്കെ ആദ്യം ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? സ്കൂളിൽ. നല്ല സ്കൂളാണല്ലേ? നല്ല സ്കൂള്, നല്ല ടീച്ചേഴ്സ് അല്ലേ? എല്ലാവരും നല്ല ഇതാണ്, നല്ല പഠിപ്പിക്കുന്ന നല്ല സ്കൂളാണത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ സ്കൂൾക്ക് വന്നത് നിന്റെ വീട് എവിടെ? ഈ കുട്ടിന്റെ വീട് എവിടെ? കൊണ്ടോട. ഈ കുട്ടിന്റെ വീട് എവിടെ? എന്റെ വീട് ചക്കാലക്കുന്ന്. എന്റെ ടീച്ചറിന്റെ വീട് എവിടെ? തരിശ്ശേരി. നിങ്ങളുടെ പേര് പറയൂ. പേര് മാത്രം എനിക്കറിയില്ലല്ലോ. എന്റെ പേര് അസ്ലിയ. എന്റെ പേര് സുലോചന. ടീച്ചറുടെ പേര്. ഓക്കെ. ഇനി പ്രാർത്ഥനയിലുണ്ടേ? പ്രാർത്ഥനയ്ക്കുള്ള കുട്ടികളൊക്കെ വരൂ. സ്നേഹ പ്രകാശമേ പരമാനന്ദിൽ പോലും ഓണം തുളുമ്പുന്ന പരിശുദ്ധ ചേതന ചൈതന്യമേ സത്യധർമ്മത്തിന്റെ പൂവിരിപ്പാതയിൽ നിത്യവും ഞങ്ങൾ നീ നയിക്കൂ. പരിശുദ്ധ ചേതന ചൈതന്യമേ ഞങ്ങൾക്കു നേർവഴി കാട്ടേണമേ. ഞങ്ങൾക്കു നേർവഴി കാട്ടേണമേ. ഇനി നമുക്ക് പ്രസന്റ് ഇടും. ഓക്കെ. കീർത്തന ലിയ കാർത്തിക ഉണ്ട്. ഉണ്ട്. സുരേഷ് ഇല്ല. ദിലീപ് പടത്തിൽ അഭിനയിക്കുമ്പോൾ ദിലീപ് സ്കൂൾക്ക് വന്നിട്ടാണോ? കുമാർ ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയാ, ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതലും ചോദിക്കുന്നത് നല്ലോണം പഠിക്കണം. ഓക്കെ. നല്ല പഠിച്ച് നല്ല പിള്ളേരാവുക. അതേപോലെ ഇപ്പൊ പുതിയതായിട്ട് ഞാൻ കൂടെ ഒരു കാര്യം പറയാം. ഇനി അടുത്ത നാളെ മുതൽ എല്ലാവരും യൂണിഫോം ഇട്ട് വരണം. കറക്റ്റായിട്ട് പിന്നെ നല്ല ഡ്രസ്സ് നല്ല അയൺ ചെയ്തിട്ട് വേണം ഡ്രസ്സ് ഇതാക്കണമെങ്കിൽ. പുസ്തകവും ബാഗും എല്ലാം നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കണം. ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് അറിയില്ലേ? എന്താ? MDM. അപ്പൊ അതിനെ പറ്റിട്ട് 2 വർത്താനം പറയാം. നിങ്ങള് അതേപോലത്തെ മറ്റതിലൊന്നും നിങ്ങൾ പോയി പെടരുത്. ആരെന്ത് തരികയാണെങ്കിലും നിങ്ങൾ അത് വാങ്ങുക കഴിക്കുക ഒന്നും ചെയ്യരുത്. ചതിയിൽ പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിപ്പിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. പഠിച്ച് നമ്മൾ വളർന്ന് നല്ല വിദ്യാഭ്യാസം നേടി നമുക്കൊരു ജോലി വാങ്ങണം. നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടിട്ടല്ലേ പിള്ളേരെങ്ങളെല്ലാം വളർത്തിക്കുന്നത്. അതേപോലെ അവര് മഴ കൊള്ളു വെയിൽ കൊള്ളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ എന്തിലും ഒരു ആണായാലും പെണ്ണായാലും എന്ത് തരുന്നത് നിങ്ങൾ വാങ്ങി അവരൊന്നും കഴിക്കരുത്. വാങ്ങി കഴിക്കാൻ പറ്റില്ല. അതെല്ലാം ഇതിന് ബാധകമാണ്. അതിന് എന്താ അച്ഛനും അമ്മയും അറിയാതെ നിങ്ങൾ എങ്ങോട്ട് പോകാൻ പറ്റില്ല. സ്കൂളിൽ നേരെ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക്, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലോട്ട്. വേറെ നിങ്ങൾ വെളിയിൽ വേറെ എവിടെ പുറത്തിറങ്ങി നടക്കാനോ ഫ്രണ്ട്സ് കൂടെ നിങ്ങൾ സ്വന്തം വീട്ടിൽ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് മാത്രം മതി. അല്ലാത്ത പക്ഷം ചതിക്കാനും ഇല്ല ആൾക്കാരുണ്ടാവും. ഇന്നത്തെ കാലം ആരും നമ്മൾ വിശ്വസിക്കരുത്. പഠിക്കുക. ഓക്കെ. MDMനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ അത് ആർക്കും വാങ്ങി കഴിക്കുകയൊന്നും ചെയ്യും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ലഹരി എന്ന് പറഞ്ഞാൽ MDM നമ്മൾ ഈ രാജ്യത്ത് നിന്ന്, അതായത് നമ്മൾ ഇവിടുന്ന് തുടച്ചു മാറ്റണം നമുക്ക്. ഇനി അതിന് അടിമയാകരുത് ആരും. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ നേടാം. എല്ലാവരും നീച്ചിട്ട് പറയണം, ലഹരിക്ക് ആരും അടിമയാകരുത്.
ലഹരിക്ക് ആരും അടിമയാകരുത്. അതെ, നമ്മുടെ നാട്ടിലുള്ള ഈ MTM നമ്മൾ തുടച്ചു മാറ്റണം. നമ്മുടെ നാട്ടിലുള്ള MTM നമ്മൾ തുടച്ചു മാറ്റണം. ഇനി നിങ്ങൾ ആരും നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ വെളിയിൽ പോകരുത്, ഒന്നും ചെയ്യരുത്. സ്കൂൾക്ക് വരിക, ഞാൻ വീണ്ടും പറയുന്നു, സ്കൂൾക്ക് വരിക, പഠിക്കുക, വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, നല്ല മക്കളായിട്ട് വളരുക. മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്നൊരു മാതൃകയാണ്. ഓക്കെ, ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.